സുബ്രഹ്മണ്യ സ്വാമിക്ക് ഹരഹരോ ഹരഹര. കുട്ടികൾക്ക് വിദ്യാഗോപാല മന്ത്രാർച്ചന നമ്മൾ ചെയ്യും. പിന്നെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയിട്ട് ഭഗവാനോട് പറയും എൻ്റെ കുട്ടികൾക്ക് മടിയൊന്നും ഉണ്ടാകരുത്, സ്കൂളിൽ പോയി നന്നായിട്ട് പഠിക്കണമെന്ന്. അതുപോലെ തന്നെ ആ മന്ത്രത്തിനോട് അത്രയും തന്നെ പവറായിട്ടുള്ള തിരുപ്പുകളുണ്ട്. അത് പാടി നമുക്ക് ഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. ഈ തിരുപ്പുകൾ എന്ന് പറയുന്നത് നമുക്കൊരു ഗുരുവിനെ കിട്ടാനും നമുക്കൊരു മെൻറ്ററെ കിട്ടാനും അതുപോലെ നമ്മുടെ ഉള്ളിലെ ദുഷ്ചിന്തകളൊക്കെ മാറ്റി നല്ല ചിന്തകൾ വരാനും നല്ല കൂട്ടുകാരെ കിട്ടാനും ഒക്കെ ഉള്ള ഒരു തിരുപ്പുകളാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ മടി മാറാൻ അമ്മമാർക്ക് ചെയ്യാൻ പറ്റും. അവരുടെ പേര് പറഞ്ഞ് ഭഗവാനെ ഞാൻ ഈ തിരുപ്പുകൾ അങ്ങയുടെ ഭാഗത്തിൻ്റെ സമർപ്പിക്കുന്നു, എനിക്ക് എൻ്റെ കുട്ടി മടി കൂടാതെ സ്കൂളിൽ പോയി നല്ലതായിട്ട് പഠിച്ച് പരീക്ഷയിലൊക്കെ നല്ല മാർക്ക് മേടിക്കണം. പിന്നെ പരീക്ഷ സമയത്തും നമുക്ക് കുട്ടികൾക്കാണെങ്കിലും ഇത് ജപിക്കാവുന്നതാണ്, അവർക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. അത് ഏതാ തിരുപ്പുകൾ എന്നുള്ളതാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. കാരിനിന്റെ പട്ടുഴലാതെ അറിയാതെ വഞ്ചരെ കുറിയാതെ ഉപദേശ മന്ദിര പൊരുളാളെ ഉനെ നാൻ നിனைந்தരുൾ പെരുവേനോ ഇവ മാമുകൻ തനിക്കിളയോനെ ഇവമാൻ മടേന്തി ഉത്തമിബാല ജമബാല തന്ത സദ്ഗുരുനാഥ തിരുവാവിനൻകുടി പെരുമാളെ. ഇത് പഴനിനാഥൻ്റെ തിരുപ്പുകളായിട്ട് നമുക്ക് പറയപ്പെടാം. തിരുവാവിനൻകുടി ക്ഷേത്രത്തിൽ വെച്ച് അരുണഗിരിനാഥർ സ്തുതിച്ച ഈ തിരുപ്പുകൾക്ക് അതിയായ അർത്ഥമുണ്ട്, മഹത്വമുണ്ട്. ഇത് ഞാൻ പഠിച്ചത് സ്കന്ദലഹരി ഓൺലൈൻ ക്ലാസ്സിലൂടെയാണ്. അവർക്ക് 1000 നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.